ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വേണം പോർട്ടും അവിടേക്ക് പോകാനുള്ള ഒരു ചെറിയ ഹിഡൻ സ്പോട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കണ്ടോ, നിങ്ങളിപ്പോൾ കാണുന്നതാണ് നമ്മുടെ വേണം പോർട്ട്. ആക്ച്വലി ഈ വേണം പോർട്ട് ഇരിക്കുന്ന കറക്റ്റ് വേണത്തായിട്ടല്ല, അവിടുന്ന് കുറച്ച് മാറി മുള്ളൂരെന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ പോർട്ട് യഥാർത്ഥത്തിലുള്ളത്. അതിനടുത്ത് തന്നെയാണ് എൻ്റെ വീടും. അപ്പോൾ ഈ സ്ഥലം നമ്മൾ സാധാരണ വീഴുന്ന നമ്മുടെ പോർട്ടിലോട്ടോ അങ്ങോട്ടേക്കൊന്നും നമ്മൾ സാധാരണക്കാരെ കടത്തിവിടാറില്ല. പിന്നെ നമുക്ക് പോയി കാണാവുന്നതെന്ന് വെച്ചാൽ അതിനും കുറച്ച് മാറി തോട്ടം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ പോയി നിന്ന് നമുക്ക് കുറച്ചൊക്കെ കാണാം. പക്ഷേ അവിടെയും ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ പ്ലേസ് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ആഴിമല പോകുന്ന റൂട്ടിലാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ പുളിയങ്കുടി ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പുളിയങ്കുടി ജംഗ്ഷൻ, വീണത്തുനിന്ന് പുളിയങ്കുടി ജംഗ്ഷനിലോട്ട് വരികയാണെങ്കിൽ അവിടെ നിന്ന് റൈറ്റ് സൈഡ് താഴോട്ടേക്കൊരു റോഡ് പോകുന്നുണ്ട്. ആ റോഡ് നമ്മളങ്ങ് ഇറങ്ങി അങ്ങ് പോകുമ്പോഴത്തേക്കും സ്ട്രെയിറ്റ് വന്നാൽ മാത്രം മതി, എത്തുന്ന സ്പോട്ടാണ് നമ്മുടെ ഇത്. പണ്ടിതൊരു ഹിഡൻ സ്പോട്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് ഈവനിങ്ങിൽ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സാധാരണ റിസോർട്ടിലെ ആൾക്കാർ മാത്രമാണ് ഇവിടെ വന്നിരുന്നത്. ഇപ്പോൾ നമ്മുടെ പോർട്ട് കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവിടെ നല്ല ബീച്ചാണ്. പക്ഷേ ആളുകൾ കുറച്ച് വേസ്റ്റൊക്കെ ഇട്ട് കുറച്ച് വൃത്തികേടായിട്ടാണ് നമ്മൾ ഈ ബീച്ച് കിടക്കുന്നത്. പക്ഷെ നമുക്ക് ഇറങ്ങി വരാനായിട്ടാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ കാണുന്ന ആ സ്റ്റെപ്പ് കണ്ടോ, ആ സ്റ്റെപ്പ് ഏകദേശം ഒരു 200-300 മീറ്ററോളം നമ്മൾ നടന്നു വേണം നമ്മുടെ ഈ സ്പോട്ടിലോട്ട് വരാൻ. പക്ഷെ അത് കയറ്റം പോലെയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം തളരും. ഇതാണ് ഞാനാണെങ്കിൽ ഇറങ്ങി വന്ന വഴി. ഇതിപ്പോൾ തിരിച്ചു പോകുന്നതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഈ സ്റ്റെപ്പ് കയറാൻ തന്നെ കുറച്ച് സമയമെടുക്കും. അത്യാവശ്യം ഇടവഴിയാണ് കേട്ടോ. വണ്ടി നമുക്ക് മുകളിൽ വെച്ചിട്ട് നമുക്ക് ഇതേവഴി ഇറങ്ങി വരാം. ഇതിൻ്റെ ഈ 2 ചുവരിൻ്റെ അപ്പുറവും ഇപ്പുറവും റിസോർട്ടുകളാണുള്ളത്. 2 റിസോർട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ചെറിയ വഴി കൂടിയായിടാം നമുക്ക് ബീച്ചിലേക്ക് വരാം. പിന്നെ ഈ ബീച്ച് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല സൈലൻറ്റ് ഒരു വൈബുള്ള ബീച്ചാണ്. സാധാരണ നമ്മളിപ്പോൾ മറ്റു ബീച്ചിലൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് പേര് വന്ന് നമുക്കൊരു പീസ് ഓഫ് മൈൻഡിലിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സമാധാനമായിട്ടിരുന്ന് എഴുത്തുകാർക്കൊക്കെ വരാൻ പറ്റിയ നല്ലൊരു ബീച്ചാണ് നമ്മുടെ ഈ ഹിഡൻ സ്പോട്ടായിട്ട് ഞാൻ പറയാനുള്ളത്. ഈ ഇടവഴി ചെന്ന് നിൽക്കുന്ന ഈ റോട്ടിലാണ് ഞാൻ പറഞ്ഞത്, പുളിയങ്കുടിയിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടുള്ള ആ റോഡ് താഴേക്ക് വരുന്ന ആ റോഡാണ് നമ്മൾ ചെന്ന് കയറാൻ പോകുന്നത്. ഒരു ടാക്സി സ്റ്റാൻഡിൻ്റെയൊക്കെ നമ്മളൊരു ബോർഡ് കാണാം. ഉണ്ടോ, നമ്മൾ വന്ന ഇടവഴിയാണ് കണ്ടത്.